ഇന്ന് ഒരു ദിവസം മുഴുവൻ എന്റെ വീട്ടിലത്തെ എല്ലാ ചെലവുകളും ഞാനിന്ന് ചുരുക്കി ജീവിക്കാൻ പോവാണ്. എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റതും പല്ല് തേക്കാൻ വേണ്ടി ഇന്ന് ഞാൻ എടുത്തത് പേസ്റ്റിന് പകരം പൽപ്പൊടിയാണ്. കാരണം പേസ്റ്റിനെക്കാളും ചെലവ് കുറവ് പൽപ്പൊടിക്കാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് രാവിലെ അമ്മ എന്റെ ബക്കറ്റും കുടവും തന്നിട്ട് പറയാണ് പൈപ്പിൽ പോയി വെള്ളം പിടിച്ചിട്ട് മാത്രമേ. പക്ഷെ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു കിണറുള്ളപ്പോ വെറുതെ എന്തിനാണ് പൈപ്പ് വെള്ളം പിടിച്ച് വെള്ളത്തിന്റെ ബില്ല് കൂട്ടണമെന്നും പറഞ്ഞ് ഞാനിപ്പോ നേരെ പൈപ്പ് വെള്ളത്തിന് പകരം കിണർ വെള്ളമാണ് അമ്മയ്ക്ക് ബക്കറ്റിലും കുടത്തിലൊക്കെ നിറച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാൻ പോയി. പക്ഷെ സാധാരണ 3 ബക്കറ്റ് വെള്ളമെങ്കിലും വേണം എനിക്കൊന്ന് കുളിച്ചു തീരാൻ. പക്ഷെ ഇന്ന് ഞാൻ എല്ലാവരുടെയും ചെലവ് ചുരുക്കുന്നത് കൊണ്ട് വെറും 3/4 ബക്കറ്റ് വെള്ളം മാത്രമാണ് ഞാനിന്ന് കുളിക്കാനായിട്ട് എടുത്തത്. അങ്ങനെ അതിനുശേഷം അമ്മ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കൂട്ടാൻ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കിയായിരുന്നു. അതും തീയൊക്കെ കൂട്ടിയിട്ടിട്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെ പോയി കൂട്ടി വെച്ചിരിക്കുന്ന തീനെ കുറച്ച് വെച്ചിട്ട് വന്നു. കാരണം ഗ്യാസിനൊക്കെ ഇപ്പൊ എന്താ വില. പിന്നെ അത് കഴിഞ്ഞ് അമ്മ എന്റെ പൈസ തന്നിട്ട് കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞു. ശരി പോവാലോ എന്ന് പറഞ്ഞ് കടയ്ക്ക് പോകാൻ വേണ്ടി ബൈക്ക് എടുക്കുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. വണ്ടി എടുത്തിട്ട് കടയ്ക്ക് പോയാൽ വണ്ടിയത്തെ പെട്രോൾ വെറുതെ പോവുമല്ലോ എന്നുള്ളത്. അതുകൊണ്ട് വണ്ടി ഞാനിപ്പോ വീട്ടിൽ തന്നെ വെച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാനിപ്പോ കടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടയ്ക്ക് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് ഞാനിപ്പോ നടന്നിട്ട് തന്നെയാണ് പോയത്. പിന്നെ വീടെത്തിയതും ഈ മാസത്തെ കറണ്ട് ബില്ല് വന്നിരിക്കുന്നു. ഏകദേശം 900 രൂപന്റെ അടുത്താണ് ഈ മാസം കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്. അത് കണ്ടത് ഞാൻ വേഗം വീട്ടിലേക്ക് പോയി ആവശ്യമില്ലാത്ത ലൈറ്റും ഫാനുകളൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായി. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ഭക്ഷണവും കഴിച്ച് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം ഞാനിന്ന് എണീറ്റതും കൂട്ടുകാരന്മാർ വിളിച്ചിട്ട് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞു. പക്ഷെ ചായ കുടിക്കാൻ പുറത്തേക്ക് പോയാൽ വണ്ടിന്റെ പെട്രോളും ചെലവാണ് പൈസയും ചെലവാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇല്ലടാന്നും പറഞ്ഞ് വൈകുന്നേരത്തെ ചായ ഞാൻ വീട്ടിൽ തന്നെ വെച്ച് കുടിച്ചു. ഇന്നാണെങ്കിൽ എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ചായയിൽ ഞാൻ പാല് പോലും ഒഴിക്കാണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം രാത്രിയായി. അതുകൊണ്ട് ഞാൻ വേഗം ഒരു 7:30 ആയതും രാത്രിക്കുള്ള ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് രാത്രി അനാവശ്യമായിട്ട് ഓണാക്കി വെച്ചിരിക്കുന്ന എല്ലാ ലൈറ്റുകളും ഫാനുകളും ഞാനിപ്പോ ഓഫ് ചെയ്ത് വെച്ചു. കാരണം രാത്രിയിലാണ് അത്ര കൂടുതലും കറണ്ട് ബില്ല് കൂടുക. അങ്ങനെ ഇപ്പൊ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തതിന് ശേഷം എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ ഇവിടെ ഉറങ്ങി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.